ബൈക്കൊക്കെ ഉള്ള മിക്കുള്ളവരും ഇടയ്ക്കെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നമായിരിക്കണം ബൈക്കിൽ ഫാസ്റ്റ് ന്യൂട്രൽ വീഴുന്ന. ഫാസ്റ്റ് ന്യൂട്രൽ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് സെക്കൻഡ് ഇടുമ്പോൾ താനെ നമ്മൾ ഇടാതെ താനെ ന്യൂട്രലോട്ട് വീഴുന്നതാണ് ഫാസ്റ്റ് ന്യൂട്രൽ. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫാസ്റ്റ് ന്യൂട്രൽ വീഴേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗിയർ ലിവറിൽ വരുന്ന എക്സസീവ് പ്ലേ ആണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് കണ്ടുപിടിച്ച് ശരിയാക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ ഒരു പ്ലേ വരാൻ ഒന്നില്ലെങ്കിൽ കാരണം ഈ ഒരു ഗിയർ ലിവർ ആയിരിക്കും. കുറേ നാളാകുമ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് പ്ലേ വരും. ഇപ്പോൾ ഇത് പുതിയതായിട്ടേക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബോൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ ഒരു ബോൾട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 റബ്ബർ വാഷസ് ഉണ്ട്, അതിലായിരിക്കും. ഇപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പോയി ഈ ലിവർ അങ്ങ് 10-500 രൂപയ്ക്ക് ചേഞ്ച് ചെയ്തു. എന്നിട്ടും ആ ഒരു ഫാസ്റ്റ് ന്യൂട്രലിൻ്റെ പ്രശ്നം എനിക്ക് ചേഞ്ച് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു ബോൾട്ട് മാറണം. എനിക്ക് ഇതിന് തോന്നുന്നു ഏകദേശം ഒരു 49 രൂപയുള്ളൂ. പക്ഷേ ഇത് മാറ്റാൻ നേരത്തെ എനിക്ക് കുറച്ച് പണി കിട്ടിയായിരുന്നു. ഞാൻ ആദ്യം ബോൾട്ട് മാത്രമേ വാങ്ങിച്ച് മാറിയുള്ളൂ. അതായത് തിരിച്ച് സെറ്റപ്പാണ്. ആ വീഡിയോയിൽ കുറച്ച് പേര് അറിയാവുന്ന ഒരു ബ്രോ ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റും, കുറച്ച് കമൻറ്റ് ഇട്ടായിരുന്നു ഇതിൻ്റെ അകത്ത് 2 റബ്ബർ ഓറിങ് കൂടെ ഉണ്ടെന്ന്. അല്ലാതെ ഞാൻ ഇത് മാറിയെന്ന് വെച്ചാൽ ഗിയർ പ്ലേ ഇല്ല, പക്ഷേ കുറച്ച് ടൈറ്റ് ആയിരുന്നു, കാരണം ആ ഒരു വാഷറിനെ ഇട്ടില്ല. അപ്പോൾ ഇതൊക്കെ മാറ്റുന്ന വീഡിയോ ഒക്കെ ഞാൻ അവിടെ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ക്ലിപ്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഇതെനിക്ക് ഒന്ന് 48-49 രൂപ എങ്ങനെയേ ഉള്ളൂ. പക്ഷേ ആ ഒരു വാഷർ ആ ഒരു 2 ഓറിങ് കിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ രണ്ടാമത് കടയിൽ പോയിട്ട് ഷോറൂമിൽ നിന്ന് ആ ഓറിങ് വാങ്ങിച്ച് ആ 2 ഓറിങ്ങും ഇതിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ച് സെറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ പക്കാ സ്മൂത്തായിട്ട് മാറിയത്. ഈ കാര്യങ്ങളൊക്കെ എത്ര പേര് പറഞ്ഞു തരുമെന്ന് എനിക്കറിയില്ല. സ്വന്തമായിട്ട് പണിയുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരും. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല പ്രശ്നം. എനിക്കല്ലെങ്കിൽ 58, പിന്നെ 2 വാഷറിനോട് എനിക്കൊന്ന് 10 രൂപ എങ്ങനെ ആണെന്നു 60 രൂപയ്ക്ക് തീരേണ്ട കാര്യമാണ് ഈ ഒരു ലിവറും കാര്യങ്ങളും എല്ലാം മാറി ഞാൻ ചെയ്തത്. ഇതിനാണെങ്കിൽ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒരു ബെൻഡില്ല. ഈ ഒരു റബ്ബറിന്റെ സംഭവം പോലും നമ്മൾ ഷൂ ഒക്കെ ഇടുമ്പോൾ തന്നെ അഴുക്കാവാത്ത സാധനമായിരുന്നു. മിക്കുള്ള യൂട്യൂബേഴ്സും കാണിക്കുന്നത് അവർക്ക് പറ്റുന്ന അബദ്ധമൊന്നും കാണിക്കാറൊന്നുമില്ല. നോർമൽ രീതിക്ക് ചെയ്ത് വണ്ടി ശരിയാക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് മാത്രമേ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. ഇടയ്ക്ക് കിട്ടുന്ന പണികളും എന്തൊക്കെ പണി കിട്ടും എല്ലാം കാണിക്കും. കാരണം നമ്മൾ സ്വന്തമായിട്ട് പണി തുടങ്ങുമ്പോഴത്തേക്ക് വിചാരിക്കുന്ന കാര്യം പ്രശ്നങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ എന്തൊക്കെ പ്രശ്നം കിട്ടിയാലും നമ്മൾ സ്വന്തമായിട്ട് പണിത് വണ്ടി ശരിയാക്കാൻ കിട്ടാനുള്ള സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ ഒരു ലിവർ അഡ്ജസ്റ്റബിൾ ആണെന്ന്. അപ്പോഴും എനിക്ക് മനസ്സിലായി. പിന്നെ ഇന്ന് രാവിലെ ഞാൻ കണ്ടെന്നില്ലാത്തപ്പോഴാണ് ഒരു വേറൊരു യൂട്യൂബറിന്റെ വീഡിയോ ഉണ്ട്. നമ്മളങ്ങനെ കോപ്പിയൊക്കെ അടിച്ചാൽ നമ്മൾ കറക്റ്റ് ക്രെഡിറ്റൊക്കെ കൊടുക്കും ഈ ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യം. അല്ലാതെ ഞാൻ ഇത് ലിവറി മാറി വെച്ചിട്ട് വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഇത് നല്ല രീതിക്ക് ഡൗൺ ആയിട്ടാണ് ഇരുന്നത്. അപ്പം ഞാൻ നോർമലായിട്ട് വെക്കുന്ന പൊസിഷനെക്കാട്ടി എനിക്കൊന്ന് ഈ ഒരു പൊസിഷനിലാണെന്നാണ് ഗിയർ ലിവർ ഇരുന്നത്. പിന്നെ കുറേ പ്രാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ പഴയ ഒരു പൊസിഷനിലോട്ടാക്കി. കാരണം ഞാൻ വണ്ടി എടുത്തപ്പോൾ തൊട്ടേ ആ ഒരു പൊസിഷനിൽ വെച്ചായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അത് മാറിയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് ഡിസ്കംഫർട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റി വെച്ചത്. ഇത് നിങ്ങൾക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് ഈ ഒരു ലിവർ ചേഞ്ച് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അല്ലെങ്കിൽ വേണം ഇത് ഊരണം, പിന്നെ ഒരു 10ന്റെ റിങ്. മാക്സിമം നിങ്ങൾ റിങ് ഇട്ട് തന്നെ ഏതെങ്കിലും നട്ടും ബോൾട്ടൊക്കെ ഊരാണെങ്കിൽ പിടിക്കണം, കാരണം അല്ലെങ്കിൽ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ റിങ് പറ്റില്ല. നോർമൽ ഡബിൾ സൈഡ് സ്പാനറിട്ടേ പിടിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ഒരു 10 mm ബോൾട്ട് ഉണ്ട്. അത് ഊരിയെടുത്ത് ഈ ഒരു അല്ലെങ്കിൽ കൂടെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ലിവർ ഊരിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓറിങ്ങിന് എനിക്കൊന്ന് 10 രൂപ എങ്ങാണ്ടാണ്, ഇതിന് 48 രൂപ. ഇതിന് എനിക്കൊന്ന് 570 രൂപയാണ് തോന്നുന്നു. ഇപ്പോൾ ഇതിൻ്റെ BS3 വെർഷനിൽ വരുന്ന ഈ ഒരു ലിവറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഒറ്റ സിംഗിൾ റോഡാണ് വരുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അടുത്ത വർഷം തൊട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഇതിന് കുറച്ച് റേറ്റും കൂടുതലാണ്. ഇത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യം വെച്ചാൽ ഒരു 10 mm ഒരു സ്പാനർ മാത്രം. ഇത് വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു സാധനം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇതെല്ലാം പണിതതിന് ശേഷം നിങ്ങൾക്ക് ശ്രദ്ധിച്ച് അറിയാൻ പറ്റും വലിയ രീതിക്ക് പ്ലേയും കാര്യങ്ങളൊന്നുമില്ല. ഓവറായിട്ട് പ്ലേ എടുക്കുമ്പോൾ നമ്മളെ ഫാസ്റ്റ് ന്യൂട്രലും കാര്യങ്ങളൊക്കെ വിടുന്നത് നമ്മൾ ഗിയർ ഒരു പക്കായിട്ട് തോന്നില്ല. നമ്മൾ സ്ഥിരം വണ്ടി അങ്ങനെ വെച്ച് ഓടിക്കുകയാണെങ്കിൽ നമുക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നില്ല. പക്ഷേ വേറെ ആരെങ്കിലും വണ്ടി എടുത്ത് ഓടിക്കുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഈ വണ്ടി തന്നെ വേറെ ആരെങ്കിലും വണ്ടി ഓടിച്ചിട്ട് തിരിച്ചു വന്ന് ഇതിലോട്ട് കയറുമ്പോഴായിരിക്കും ആ ഒരു വ്യത്യാസം കറക്റ്റ് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഒരു ദിവസമല്ല ഈ ഒരു പ്ലേ ഒക്കെ വരുന്നത്, പതുക്കെയാണ് വരുന്നത്. അപ്പോൾ ഗ്രാജുവലായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണമെന്ന് ഇല്ല. അപ്പം എനിക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് എൻ്റെ കറക്റ്റ് ഒരു കംഫർട്ടൻസ് ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോ പ്രാവശ്യം ഓരോ ലെവൽ സെറ്റ് ചെയ്യും, വണ്ടി എടുത്ത് ഓട്ടിക്കും, തിരിച്ചു വരും, അങ്ങനെയൊക്കെയാണ് ചെയ്ത് വെച്ചത്. അപ്പം നിങ്ങൾക്ക് ഇത് സത്യം പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. വരണ എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ലിവർ മാറുന്ന സമയത്ത് മാത്രമായിരിക്കും ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാലും നിങ്ങൾ അങ്ങനെ വെച്ചിട്ടായിരിക്കും വണ്ടി ഇത്ര നാൾ ഓടിച്ചത്. അപ്പം നിങ്ങളെ കംഫർട്ടിനനുസരിച്ച് അതെന്തായാലും മാറിക്കഴിയും. എനിക്കും അധികം ചേഞ്ച് ചെയ്യാൻ നേരത്തെ മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അപ്പം ഈ ഒരു 2 ബോൾട്ട് ലൂസാക്കി ഈ ഒരു മെറ്റൽ റോഡ് കറക്കി നിങ്ങൾക്ക് ഈ ഇതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ എന്താ അതേപോലെ ഇറങ്ങിപ്പറ്റ പോവാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ അടിച്ചേക്കുക. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.